Faith is to know the pattern is there, even though none is visible. A father's worries end with a good husband. I pray he is that. But this I know, the same God who watched over you here will be with you there, മോളെ. 12 വയസ്സായ ഒരു പെൺകുട്ടി 40 വയസ്സുള്ള ഒരു വിഡോവറെ കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം സ്വന്തം അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ തന്നെ എങ്ങനെ ആശ്വസിപ്പിക്കുമായിരുന്നു എന്ന് ആലോചിക്കുന്നതാണിത്. ദ കവനൻ്റ് ഓഫ് വാട്ടർ എഴുതിയത് എബ്രഹാം വർഗീസ്. ഇതിൽ 715 പേജസ് ഉണ്ട്. കുറച്ച് വലിയ ബുക്കാണ്. 1900 മുതൽ 1977 വരെ 3 ജനറേഷൻ്റെ കഥ പറയുന്നത്. ഒരുപാട് ക്യാരക്ടേഴ്സുള്ള മലയാളികളും പ്രധാന കഥ തുടങ്ങുന്നത് കേരളത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് വിദേശികളെല്ലാം കഥാപാത്രങ്ങളായുള്ളൊരു കഥയാണിത്. കഥ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അമ്മയും മോളും ഒന്നിച്ചിരുന്ന് കരയാണ്. മോളെ കല്യാണം രാവിലെ. അപ്പോൾ അമ്മ പറയും, ദ സാഡസ്റ്റ് ഡേ ഓഫ് എ ഗേൾസ് ലൈഫ് ഈസ് ദ ഡേ ഓഫ് ഹർ വെഡിങ്. ആഫ്റ്റർ ദാറ്റ് ഗോഡ് വില്ലിങ് ഇറ്റ് ഗെറ്റ്സ് ബെറ്റർ. കരഞ്ഞ് തളർന്ന് അവർ ഉറങ്ങിപ്പോയി. രാവിലെ ആകുമ്പോഴേക്കും അവളോട് മറന്നേ പോയി ഇന്ന് എൻ്റെ കല്യാണം എന്നുള്ള കാര്യം. എണീറ്റ് ചട്ടയും മുണ്ടും, വെള്ള കളറിലെ ചട്ടയും മുണ്ടുമാണ് ഇനി അവളുടെ വേഷം. സ്കേർട്ടും ബ്ലൗസും എല്ലാം മാറ്റണം ഇനി. അവൾ ചട്ടയും മുണ്ടും എടുത്ത് ബോട്ടിലൂടെ ലേക്കിലൂടെയും പിന്നെ റിവറിലൂടെയും ഇങ്ങനെ സഞ്ചരിച്ച് പള്ളിയിലേക്ക് പോവുകയാണ് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ബോട്ടിലിരിക്കുമ്പോൾ അവൾ ആലോചിക്കും, ഈ ഗ്രൂമിന് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് അവളുടെ അമ്മയെക്കാളും വയസ്സ് കൂടുതലുള്ള ആളാണ്. അവളേക്കാളും 3 ഇരട്ടി വയസ്സ് കൂടുതലാണ്. അപ്പോൾ അമ്മയേക്കാളും വയസ്സ് കൂടുതലുള്ള ആൾ എന്തുകൊണ്ട് വൈ ഡോണ്ട് ഹി മാരി മൈ മദർ, വൈ കാണ്ട് ഹി മാരി മൈ മദർ? അപ്പം പെട്ടെന്ന് അവൾ റിയലൈസ് ചെയ്യും, ഇത് 1900 കഥയാണല്ലോ. അപ്പോൾ ഒരു ലെപ്പർ അല്ലെങ്കിൽ ഒരു കുഷ്ഠരോഗിനേക്കാളും വേണമെങ്കിൽ കുറച്ച് മേലെ ആയിരിക്കാം ഒരു വിഡോൻ്റെ സ്ഥാനം. അതിലപ്പുറം ഒന്നും ഒരു വിഡോന് ആ കാലത്ത് സ്ഥാനമില്ല. ഇങ്ങനെ ആലോചിച്ച് ഇനി അവിടെ പോയാൽ അവളെ എപ്പോഴും ചെറിയ 12 വയസ്സായ കുട്ടിയുടെ മനസ്സ് എപ്പോഴും ഒരു പ്ലേഫുള്ളാണ്. എപ്പോഴും അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ കസിൻസ് ഉണ്ടാവുമോ, സോ ദാറ്റ് ഐ ക്യാൻ പ്ലേ വിത്ത് ദം. അവിടെ വെള്ളം ഉണ്ടാവുമോ ഇതുപോലെ ഇഷ്ടം പോലെ കളിക്കാൻ. അങ്ങനെ ട്രാവൽ ചെയ്തു. അവരെ സെൻറ്റ് തോമസ് ചർച്ചിൽ വെച്ചാണ് കല്യാണം. സെൻറ്റ് തോമസിൻ്റെ 7 ചർച്ചുകൾ. അവൾക്ക് എല്ലാ ചർച്ചിൻ്റെയും സ്ഥലങ്ങൾ എവിടേക്കാണെന്ന് അറിയാം. പറവൂർ, നിരണം, കൊടുങ്ങല്ലൂർ, അങ്ങനെ 7 മുഴുവൻ ചർച്ചും ഒരു അര ചർച്ചും ഉണ്ടെന്ന് അവൾക്കറിയാം. കാരണം അവൾ സൺഡേ സ്കൂൾ കിഡാണ്. ആദ്യമായി ഒരു സെൻറ്റ് തോമസ് ചർച്ച് കണ്ടപ്പോൾ അവൾ ഒരുപാട് എക്സൈറ്റഡ് ആവുകയാണ്. എക്സൈറ്റഡ് ആവുന്ന അതേ ഒപ്പം തന്നെ വരാൻ പോകുന്ന ഗ്രൂം എങ്ങനെ ഉണ്ടാവുന്ന പേടിയുമുണ്ട്. മിന്നു കിട്ടാനായി അച്ഛൻ വിളിക്കുമ്പോഴാണ് അവൾ ആദ്യമായിട്ട് ഈ ഒരു ഗ്രൂമിനെ കാണുന്നത്. ലാർജ് ഫിഗറായിട്ടുള്ള, അവൾക്ക് കാണുമ്പോൾ കുറച്ച് പേടി തോന്നി. ഇത് വളരെ ചെറിയ കുട്ടി. അതേപോലെ തന്നെ ഗ്രൂമും വന്ന പെട്ടെന്നാണ് തൻ്റെ വൈഫാവാൻ പോകുന്ന ആളെ കാണുന്നത്. കണ്ട ഉടനെ ഇത്രയും ചെറിയ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നത് ആലോചിച്ചപ്പോൾ അയാളെ സിസ്റ്ററിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നെ ഇത്ര ചെറിയ കുട്ടീനെയാണോ കല്യാണം കഴിക്കാൻ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. മടങ്ങിപ്പോയ സ്ഥലത്ത് നിന്ന് സിസ്റ്റർ വലിച്ച് മടക്കി കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കും. ഈ ഗ്രൂമിൻ്റെ വീട് ഒരു 500 ഏക്കർ ഭൂമിയിലാണുള്ളത്. പറമ്പിൽ എന്ന വീടിൻ്റെ ആ എസ്റ്റേറ്റിൻ്റെ പേര്. പറമ്പിൽ വീടിൻ്റെ ബോർഡറിൽ വെള്ളമാണ്, പുഴേൻ്റെ അടുത്താണ് ഈ പറമ്പുള്ളത്. പക്ഷേ വീടുണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് ദൂരെ, വെള്ളത്തിൽ നിന്ന് എത്തിപ്പെടാൻ കുറച്ച് ദൂരമുള്ള പോലെ അങ്ങ് അറ്റത്തോട്ടാണ്. കാരണം ഈ ഫാമിലിയിൽ ഒരു അഫ്ലിക്ഷൻ ഉണ്ട്, അതായത് ഒരു കേഴ്സ് പോലെ ഒരു സാധനം. ആ ഫാമിലിയിലെ ഓരോ ജനറേഷനിലും ഓരോ ആൾക്കാർ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഡ്രൗണിങ് ആയിട്ടോ അല്ലെങ്കിൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡെത്ത് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം അവർ ഈ വീട് ഒരുപാട് ഉള്ളിലോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. വീട്ടിലെത്തിയിട്ടുള്ള ഈ പെൺകുട്ടിക്ക് ഈ വിഡോയുടെ മോനായ ജോജോ, അവന് 15 മാസം പ്രായമുണ്ട്. ജോജോവുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, അമ്മയും മോനും നല്ലൊരു റിലേഷനിൽ മുന്നോട്ട് പോവുകയാണ്. അവളെ ആകപ്പാടുള്ള ഒരു കൂട്ട് അവനാണ്. അവളുടെ ഹസ്ബൻഡ് നമ്മൾ പേടിച്ച പോലെ ഒരു ദുഷ്ടനോ ഒന്നുമല്ല. ഇത്രയും ചെറിയ കുട്ടീനെ കല്യാണം കഴിച്ചതിൽ അയാൾ ദൂരെ നിന്നിട്ട് അവളെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അയാൾക്കറിയാം ഇവൾക്ക് എന്നെ പേടിയാണെന്നുള്ള കാര്യം. സോ ഹി കീപ്സ് ഹിസ് ഡിസ്റ്റൻസ്.
അത്ര ദൂരെ നിന്നിട്ട് അയാൾ എല്ലാ കാര്യങ്ങളും എന്തെല്ലാം വേണോ എല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരുപാട് കരുതലുള്ള അയാളെ പതുക്കെ ഈ പെൺകുട്ടി ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. 12 വയസ്സിൽ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് അവിടെ എത്തിയ അവൾ പിന്നീട് ആ 500 ഏക്കർ ഭൂമിയുടെ ചുമതല മുഴുവൻ ഏറ്റെടുക്കുകയാണ്. അവിടുത്തെ വീട്ടുകാര്യങ്ങളും അവിടുത്തെ പറമ്പിലത്തെ കാര്യങ്ങളും എല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന, കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു ബിഗ് അമ്മച്ചിയായിട്ട് അവൾ മാറുകയാണ്. വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഒരു മോളുണ്ടാകുന്നു, ബേബി മോൾ. ബേബി മോളെ ഒരു ദിവസം ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജോജോ, അപ്പോഴേക്കും അവനൊരു വലിയ കുട്ടിയായി, 9-10 വയസ്സായിട്ടുണ്ട് അവന്. അവൻ മരത്തിൻ്റെ മുകളിലേ കളിക്കുള്ളൂ, വെള്ളത്തിൻ്റെ അടുത്തേക്ക് അവൻ പോവില്ല. മരത്തിൻ്റെ മുകളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സാധാരണ ഒരുപാട് ഇങ്ങനെ അഭ്യാസ പ്രകടനങ്ങളെല്ലാം കുട്ടികളെ കാണിച്ചു കൊടുക്കുക, അവരെല്ലാം എക്സൈറ്റഡ് ആവും അവൻ്റെ കളി കണ്ടിട്ട്. പക്ഷേങ്കിൽ അന്ന് കളിക്കുമ്പോൾ അവൻ അതിൻ്റെ മുകളിൽ നിന്ന് ഊരി വീഴുകയാണ് ചെയ്യുന്നത്. ഊരി വീണിട്ട് താഴെ ഒരു ചെറിയ ഒരു പടൽ പോലത്തെ ഒരു മുങ്ങിച്ചാവേണ്ട ഒരു വെള്ളമേ അല്ലത്, പക്ഷേങ്കിൽ അവൻ അതിൽ വീണ് മരിച്ചു പോകുന്നു. ജോജോ മരിച്ചതോടുകൂടി ബിഗ് അമ്മച്ചിക്ക് വല്ലാതെ വിഷമമാണ്. ഈ ഫാമിലിയിൽ ഇങ്ങനെ ഡെത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഞാനാണല്ലോ ഇതെല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. ബിഗ് അമ്മച്ചി ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഞാൻ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് മരിക്കുന്നത്? അപ്പോൾ ഹസ്ബൻഡ് ഒരു കെട്ട് പേപ്പർ എടുത്തിട്ട് കുടുംബത്തിൻ്റെ പണ്ട് മരിച്ചതോ ഇപ്പോൾ മരിച്ചതോ എല്ലാം ഒരു പേപ്പറിൽ ഒരുപാട് ഇങ്ങനെ കെട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ആ കെട്ടുകളെല്ലാം ഒരുപാട് പൊടിയായി മാറിയിട്ടുണ്ട്, ഒരുപാട് പഴക്കമുള്ളതാണ്. പക്ഷേ എല്ലാ സ്ഥലത്തും ഈ മരിച്ചവരുടെ മുകളിൽ ഒരു വെള്ളത്തിൻ്റെ ചിത്രം, ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ ചെറു കുട്ടികളാകുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഈ വെള്ളത്തിൻ്റെ ഈ ചിത്രം വരച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊരു ക്രോസ് വരച്ചിട്ടുണ്ട്. അപ്പം വെള്ളത്തിൽ മുങ്ങിയിട്ടാണ്. അപ്പോൾ ഓരോ സ്ഥലമുണ്ട്, റിവർ അല്ലെങ്കിൽ ഓരോ എവിടെ വെച്ചിട്ട് മരിച്ചു എന്നുള്ളതൊക്കെ, ലേക്ക്, റിവർ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം മോൻ്റെ കാര്യം എഴുതേണ്ടത് ഇപ്പം ബിഗ് അമ്മച്ചിയാണ്. അപ്പോൾ ജോജോന് നേരെ ഇറിഗേഷൻ ഡിച്ച് അവിടെ വെച്ച് ചെറിയ ഒരു പടൽ പോലത്തെ ഒരു സാധനമായിരുന്നു അത്, അതിൽ വെച്ചാണ് ജോജോ മരിച്ചിട്ടുള്ളത്. ജോജോയുടെ മരണത്തിന് ശേഷം ബിഗ് അമ്മച്ചി ദൈവത്തിനോട് പറയും, ഗോഡ്, മേ ബി യു ഡോണ്ട് വോണ്ട് ടു ക്യൂർ ദിസ് ഫോർ റീസൺസ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ബട്ട് ഇഫ് യു കാൺഡ് ഓർ ഇഫ് യു വോണ്ട്, പ്ലീസ് സെൻഡ് സമ്മൺ ഹു ക്യാൻ. അതായത്, ദൈവമേ, നിനക്ക് എന്നെ ഇതിൻ്റെ അകത്ത് രക്ഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നീ എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ എന്നെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് നീ എനിക്ക് അയച്ചതാ എന്നാണ് ബിഗ് അമ്മച്ചി പ്രാർത്ഥിക്കുന്നത്. വരുന്ന ചാപ്റ്ററുകളിൽ ഒരുപാട് വിദേശ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഡിഗ്ബി, സെലസ്റ്റ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഓരോ കഥാപാത്രവും വേറെ കോണ്ടിനെൻ്റിൽ നിന്ന് വരുന്നതാണെങ്കിലും വേറെ സ്ഥലത്തുള്ളതാണെങ്കിലും, ഈവൻ ഈ ബിഗ് അമ്മച്ചി 1900 ഉണ്ടായിരുന്ന അമ്മച്ചിയാണെങ്കിലും, നമ്മൾക്ക് വായിക്കുമ്പോൾ ഓരോ കഥാപാത്രത്തിൻ്റെ കൂടെയും നമ്മൾ ട്രാവൽ ചെയ്യുന്നത് പോലെ അവരെ ഫീലിംഗ് നമുക്ക് ഒരു വേദന പോലെ വരും അകത്ത്. അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടാണിത് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ എഴുതിയ അബ്രഹാം വർഗീസിൻ്റെ ബ്രില്യൻസ് ഒരു കാര്യം. വേറൊരു കാര്യം ഞാൻ വിചാരിക്കുന്നത്, ഇത്രയും വലിയൊരു ബുക്ക്, ഇത്രയും വലിയ ഒരു സ്റ്റോറി എഴുതണമെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് അതിൻ്റെ പിറകിലുണ്ടാവും. 10 വർഷം എടുത്തിട്ടാണ് അത്രേ ശ്രീ അബ്രഹാം വർഗീസ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. 10 വർഷത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഈ ബുക്ക് ഓപ്രയുടെ ബുക്ക് ക്ലബിലുണ്ട്. പിന്നെ ഓപ്ര വിൻഫ്രേ തന്നെ ഈ ബുക്ക് ഒരു മൂവി ആക്കാൻ പോകുന്നുണ്ടോ എന്ന് ഞാൻ വായിച്ചത്. ഈ ബുക്ക് വായിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ നോവൽസ് ഏതൊക്കെയാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഈ കട്ടിംഗ് സ്റ്റോൺസ് ഉള്ളൊരു ബുക്ക് ഇതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസിലെ ബെസ്റ്റ് സെല്ലറാണെന്ന് ഞാൻ കണ്ടു. ഇനി അത് എനിക്ക് വായിക്കണം ഇതിന് ശേഷം. ഈ ബുക്ക് ഒരുവിധം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. വായിച്ചിട്ടില്ലെങ്കിൽ, ഇഫ് യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി, എവിടെന്നെങ്കിലും എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ബുക്ക് എടുത്ത് വായിക്കണം. അത്രയ്ക്ക് മനോഹരമായ ഒരു ബുക്കാണിത്. ഇത് മോഡേൺ ക്ലാസിക് എന്നാണ് ഇപ്പോൾ ആൾക്കാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. I'll be back with another video in a few days.